ഇന്ന് നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി ഇത്രയും ബഹുമാനപ്പെട്ട വർഗീസ് പോളച്ചനെ ക്ഷണിച്ചുകൊള്ളുന്നു. വർഗീസ് അച്ഛൻ ഒരു അപരിചിതനല്ല നമ്മെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അദ്ദേഹം ഇതിനു മുമ്പ് ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളിൽ മുഖ്യ കാർമ്മികനായി വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സഹോദര ഇടവകയിൽ കുറച്ച് നാളെങ്കിലും വികാരിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഭദ്രാസനത്തിൻ്റെ അരമനയുടെ മാനേജരും അഭിമന്യ ആർച്ച് ബിഷപ്പ് തിരുമേനിയുടെ സെക്രട്ടറിയും ഒക്കെയായി വർഷങ്ങളായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുകയാണ്. ഏറെ ഒരു സന്തോഷമുള്ള കാര്യം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നതുപോലെയല്ല, ഇത്തവണ അച്ഛൻ്റെ ബെസ്കിയാമോ, ഡോക്ടർ ഹണി ജോൺസ്, അതുപോലെ തന്നെ മോൻ എൽദോ, അവനെയും മോനുമായിട്ടാണ് കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്ന എൽദോ ഒരുപക്ഷെ എന്നെ ഇഷ്ടപ്പെടാതിരിക്കും. കാരണം ഈ ഒരു തീച്ചൂളയിലേക്ക് എടുത്തങ്ങ് എറിയണ പോലെ അവനെ ഞാൻ എറിഞ്ഞിന്ന്. അപ്പം മോനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലൊരു അനുഭവം എനിക്കുണ്ട്. നീ അതിമനോഹരമായിട്ട് ഇതെല്ലാം ചെയ്തു കിട്ടും ആ ശുശ്രൂഷ. ദൈവത്തിനെ സ്തുതിക്കുന്നു, അതൊരു ദൈവാനുഗ്രഹമാണ്. ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് 10 വയസ്സിന് മുമ്പ് പോലെ ഞാൻ കൂടുമായിരുന്നെങ്കിലും അമേരിക്ക വരുന്നതുവരെ ഒരിക്കൽ പോലും ധൂപം എടുത്തിട്ടില്ല. കാരണം അവിടെ നാട്ടിലൊക്കെ നമുക്കറിയാമല്ലോ, അതിൻ്റെ ആസ്ഥാന പെയ്ഡ് കപ്പ്യാരന്മാരുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ കൊച്ചു പിള്ളേർ ശുശ്രൂഷയ്ക്ക് കൂടുവാരെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്ന് ചെറിയ പ്രായത്തിൽ തന്നെ, ആ സമയത്ത് ഞാനായിരുന്ന ദേവാലയത്തിൽ ന്യൂയോർക്കിൽ വളരെയധികം ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നു വന്ന കാലം മുതൽ. അപ്പോൾ ഒരു ദിവസം അവിടെ ഭയങ്കരമായ സ്നോയൊക്കെ ആയിരുന്നു. ആൾക്കാർ ഞായറാഴ്ച വന്നില്ല. അന്ന് ഇത്രയും ബഹുമാനപ്പെട്ട കോച്ചേരിൽ കോർപ്പിസ്കോപ്പോ അച്ഛനുണ്ട്, 5-6 പേരും വന്നിട്ടുണ്ട്. ഞാൻ അവിടെ അന്ന് വന്നിരുന്നു, ഞാനും കുടുംബവും. അപ്പോൾ അവിടെ കുറേ നേരം നോക്കിയിരുന്നു. ഇവിടുത്തെ പോലെയല്ല കേട്ടോ, അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്, 10 വർഷത്തിനപ്പുറമാണ്. അപ്പോൾ ആൾക്കാർ ആരെങ്കിലുമൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം നീട്ടി പിടിച്ചു. ഏതാ അച്ഛനും ബാക്കിയുള്ളവർ ശുശ്രൂഷകർ വരാൻ വേണ്ടി നോക്കിയത്. അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ വന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, പോള് ധൂപം എടുക്കാൻ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഞാനിത് എടുത്തിട്ടില്ല. 2 സൈഡിൽ നിന്ന് അവർ പറയുമ്പോൾ വായിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തോട്ട് വേറെ ആ ശുശ്രൂഷകളെ കുറിച്ച് ഒന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പം ഞാനങ്ങനെ കിലുകില വരയ്ക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അങ്ങ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കാരണം വേറെ ചോയ്സ് ഇല്ല. ദൈവകൃപയാൽ അത് എല്ലാം ദൈവം നടത്തി. ആ ഒരു അനുഭവം ഇപ്പം എന്നെ ഓർക്കുകയായിരുന്നു. യു ആർ ഇൻ എ ലോട്ട് ബെറ്റർ പൊസിഷൻ ടുഡേ. കാരണം അറ്റ്ലീസ്റ്റ് ആ ഒരു ഓർമ്മ, ആ ഒരു അനുഭവം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അത് കൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധ തന്നത്. എൽദോ മോന് ഒരു നെർവസ്നെസ് വരാതിരിക്കാൻ വേണ്ടി. കാരണം ഇങ്ങനൊരു അനുഭവം എനിക്കുള്ളത് കൊണ്ട്. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ് ടു യു. ഗോഡ് ബ്ലസ് യു. അച്ഛാ, സോറി, 1 മിനിറ്റ് കൂടി എക്സ്ട്രാ എടുത്തു. താങ്ക് യു അമ്മായി. വി വിൽ ടോക്ക് ലേറ്റർ. അച്ഛനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടാകട്ടെ. ഇത്രയും സ്നേഹിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ആർച്ച് ഡയോസീസ് സെക്രട്ടറി ആയി എലക്ട് ചെയ്യപ്പെട്ടതായ സ്നേഹനിധിയായ പോളച്ചൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുകയാണ്. ഈ കൂടിയിരിക്കുന്നതായ ഈ സമയത്ത് അച്ഛൻ്റെ ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുക. എല്ലാവരും ആകാംക്ഷയോടുകൂടിയാണ് ആ ചോദ്യത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നത്, അല്ലേ? അപ്പൊ ചോദ്യം നിസ്സാരമാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത്? നിസ്സാര ക്വസ്റ്റ്യൻ. Why do we come to the church today in the evening? എന്തിനു വേണ്ടി കടന്നു വന്നിരിക്കുന്നത്? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം, അല്ലേ? നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളതായ നമുക്കൊരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്.
എന്താണ് ലക്ഷ്യം? ഈ ന്യൂജേഴ്സി കിടക്കുന്നതായ അച്ഛൻ ഈ ഡാളസിലേക്ക് വന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾ എന്തിനാ പള്ളിയിലേക്ക് വന്നേക്കണേന്ന്, അല്ലേ? അവ എന്തിനു വേണ്ടിയാ നമ്മൾ ഈ തിരക്ക് പിടിച്ചതായ ഈ സമയത്ത് നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു? എന്താണ് ഇന്നത്തെ പ്രത്യേകത? എന്തായിരിക്കാം? ആ ഒരു പ്രത്യേകതയാണ് ഇന്ന് എന്നെയും നിങ്ങളെയും ഈ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നാം ഇന്ന് ആരുടെ ജന്മദിനത്തെയാണോ ആഘോഷിക്കുന്നത്, ആ അമ്മയുടെ പെരുന്നാളിനെ കൊണ്ടാടുവാൻ വേണ്ടിയാണ്. We are celebrating the feast of Saint Mary. അപ്പോൾ ആ അമ്മയുടെ പെരുന്നാളിനെ കൊണ്ടാടുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? വാട്ട് വി നീഡ്. നമുക്കറിയാം, അമ്മയ്ക്ക് നമ്മുടെ യാതൊരു ആവശ്യവും വേണ്ട, പക്ഷെ നമുക്ക് വേണം അമ്മയെ. എന്തിനു വേണ്ടിയാണ് നമുക്ക് ആവശ്യം വരുന്നത്? അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അമ്മയുടെ, നമുക്കറിയാം 8 ദിവസവും നമ്മൾ ആ മധ്യസ്ഥ പ്രാർത്ഥനകളും അതുപോലെ തന്നെ അപേക്ഷകളും എല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. ഈ അപേക്ഷകളെല്ലാം നമ്മൾ നടത്തുമ്പോൾ നമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചിന്തിക്കണം. അവിടെയാണ് നമ്മുടെ ഇന്നത്തെ ആ മെസ്സേജിന്റെ ഒരു ക്രക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ അമ്മയുടെ മധ്യസ്ഥതയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അപ്പോൾ നമുക്ക് ആരാ അമ്മ എന്നറിയണമല്ലോ. ആരാണ് അമ്മ? നമ്മുടെ നിത്യമായ ജീവിതത്തില് നമുക്കൊരു ഡെഫിനിഷൻ ഉണ്ട് അമ്മയ്ക്ക്, അല്ലേ? നിങ്ങളെല്ലാം അമ്മമാരാണ്. ആ അമ്മയുടെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു പ്രാധാന്യം എന്താ? ദൈവമാതാവാണ്, അല്ലേ? അപ്പൊ ദൈവമാതാവാണ് അമ്മ. അപ്പോൾ ദൈവമാതാവാകുന്ന അമ്മ നമുക്കാരാ? അവിടെയാണ് നമ്മുടെ പോയിന്റ് വന്നത്. അപ്പൊ നമ്മുടെ നിത്യമായ ജീവിതത്തില് അമ്മയ്ക്കുള്ള പ്രാധാന്യം, വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെന്റ് മേരി എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് ആ അമ്മയുടെ പ്രാധാന്യത്തെ പറ്റി പറയുന്നത്? നമ്മൾ അമ്മ അമ്മ എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെയാ കാണുന്നത്? സ്നേഹത്തോടെ, അല്ലേ? അപ്പോൾ ഈ ലോകത്തിന്റെ മാതാവാകുന്ന അമ്മ നമ്മളെ കാണുന്നത് എങ്ങനെയാ? അല്ലേ? കാണുന്നുണ്ടോ? സ്നേഹത്തോടെ കാണുന്നത്. അപ്പൊ ആ സ്നേഹത്തോടെ കാണുന്ന അമ്മയുടെ പ്രത്യേകത പുണ്യശ്രവനായ പെരുമ്പള്ളി തിരുമേനി വളരെ മനോഹരമായിട്ട് ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സർവേശ്വര വചനം നരനായി തീരാൻ കുദിശ, ഭൂവിൽ തിരഞ്ഞെടുത്ത തന്നെ കന്യകമറിയാമേ, ചിന്മയനുടെ ജനനി നന്മ നിറഞ്ഞോളെ, അൻപോടു പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി, അമ്മേ ഭാഗ്യവതി. അപ്പോൾ ഇന്ന് വന്നതിന്റെ ഒന്നാമത്തെ ഉത്തരം കിട്ടുകയാണ്. ഈ ലോകത്തിന്റെ, അങ്കിൾ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മാതാവ്, അതായത് ഈ ലോകത്തില് കർത്താവായ യേശുക്രിസ്തുവിനെ ആക്കിയെടുക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ആരെന്ന് പറയുന്നത്? ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ പാപപരിഹാരപ്രദമാകുന്ന മനുഷ്യന്
ആ പാപപരിഹാരപ്രദകനെ ഈ ലോകത്തിലേക്ക് ആക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ ഒരു സൃഷ്ടിയാണ് ദൈവത്തിന്റെ അമ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം ദൈവത്തിന്റെ അമ്മയുടെ ഓരോരോ ക്വാളിറ്റീസും നമ്മൾ നോക്കുമ്പോ അതിനനുസരിച്ച് നമുക്കറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ ഈ പെരുന്നാൾ നമ്മൾ ആഘോഷിച്ചു, അല്ലെങ്കിൽ വാങ്ങിപ്പിന്റെ പെരുന്നാൾ ആഘോഷിച്ചു, അല്ലെങ്കിൽ 8 നോമ്പിന്റെ പെരുന്നാൾ ആഘോഷിച്ചു. ഈ ആഘോഷിച്ചപ്പോ നമുക്ക് എന്താ ലഭിച്ചേ? നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ പെരുന്നാളിനെ ആഘോഷിച്ചു, അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചു. നമ്മിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിക്കേ. എന്തെങ്കിലും അമ്മയുടെ ഒരു സ്വഭാവമെങ്കിലും നമ്മിലേക്ക് ആവഹിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്കുക. ഓരോ പെരുന്നാളുകളും നമ്മൾ നടത്തപ്പെടുമ്പോ ആ പരിശുദ്ധന്റെ അല്ലെങ്കിൽ ശുദ്ധിമാന്മാരുടെ ശുദ്ധിമതികളുടെയോ ജീവിതത്തിന്റെ മാതൃകയുടെ ഒരു ഭാഗം നമ്മിലേക്ക് സാംശീകരിക്കുക എന്നതുകൊണ്ടാണ് ഓരോ പെരുന്നാളും നമ്മൾ കൊണ്ടാടുന്നത്. നമുക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? നമ്മൾ പെരുന്നാൾ നടത്തി ഭക്ഷണവും കഴിച്ച് എങ്ങോട്ട് പോകും? വീട്ടിൽ പോയിട്ട് എന്താ പരിപാടി? വീണ്ടും ബാക്ക് ടു നോർമൽ എന്ന് പറയണ പോലെ അല്ലേ? എന്താണ് നമ്മൾ നമ്മുടെ ആസ് യൂഷ്വൽ ആ ലൈഫിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പോകും. എന്നാൽ ഇന്ന് നമ്മള് പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിനെ കൊണ്ടാടുമ്പോ അമ്മയ്ക്കുണ്ടായതായ ഒരു ക്വാളിറ്റി എങ്കിലും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. പറ്റുമോ? നമുക്ക് ആർക്കും മിണ്ടാൻ പറ്റൂല അല്ലേ? നമുക്ക് പറ്റുമോ? നമുക്ക് പറ്റണം. എങ്ങനെ? അപ്പോൾ അന്നേരമാണ് അമ്മ ആരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അമ്മ ആര് എന്നുള്ളതായ ആ ഒരു ചിന്തയിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ ഒരമ്മയുണ്ട് നമുക്ക്, അല്ലേ? ആദ്യത്തെ അമ്മയായ ഹവ്വ. അപ്പൊ ഹവ്വയെ പറ്റി പറയുമ്പോൾ ക്രിയേറ്റഡ് സിൻലെസ് ബൈ ഗോഡ് എന്ന് പറയുന്നത്, അല്ലേ? ക്രിയേറ്റഡ് സിൻലെസ് ബൈ ഗോഡ്, അതായത് പാപം ഇല്ലാത്തതായ അവസ്ഥയിലാണ് ആര് ജനിച്ചത്? ഹവ്വ ജനിച്ചത്, അല്ലേ? അച്ഛൻ എങ്ങനെ ചോദിക്കുന്നത്? ചോദിക്കാൻ കാരണമുണ്ട്. അതിന്റെ കാരണം അവസാനം പറയാം. അപ്പോൾ പാപമില്ലാത്തതായ അനുഭവത്തിൽ നിന്നാണ് ആരുണ്ടായത്? ഹവ്വ ഉണ്ടായി. അപ്പൊ ഹവ്വ എങ്ങനെ ഉണ്ടായ? ആദാമിൽ നിന്നുണ്ടായി. ആദാം എങ്ങനെ ഉണ്ടായി? ദൈവത്തിന്റെ കരങ്ങളാൽ ഉണ്ടായി. അപ്പോൾ എങ്ങനെയാ? അപ്പോ ഈ ജനസിസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 18-ാം അധ്യായം 18-ാം വാക്യം 23-ാം വാക്യത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഈ ലോകത്തില് ആദിമ മാതാവായ ഹവ്വ ഉണ്ടായി എന്ന് നമുക്കറിയാം, അല്ലെ? ചരിത്ര പശ്ചാത്തലം നമുക്കറിയാൻ സാധിക്കും. എങ്ങനെയുണ്ടായ ആ ചുമ്മാ ഉറങ്ങിക്കിടന്നിടുന്നതായ ആദാമിനെ എന്തിനു വേണ്ടി ഹവ്വ ഉണ്ടാക്കിയേ? അത് കേട്ടെ, കൂട്ടിന് വേണ്ടി മാത്രമാണ്. ആ മനുഷ്യൻ ഏകനാണെന്ന്. അപ്പൊ ഭാര്യമാര് ശ്രദ്ധിക്കണം. എന്ത് വേണം? ഭർത്താക്കന്മാരെ പറയൂല ചില ഭർത്താക്കന്മാരെ ഏകനായി വിടുവാൻ സമ്മതിക്കരുത്, അല്ലേ? അപ്പൊ കർത്താവ്, ഞാൻ പറഞ്ഞതല്ല, ദൈവം തമ്പുരാൻ പറയുകയാണ്, മനുഷ്യ അവൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരാളെ, എങ്ങനത്തെ ആള്? സ്യൂട്ടബിൾ പേഴ്സൺ എന്ന് പറയണ, അല്ലേ? അപ്പൊ നമുക്ക് യോജിച്ചതായ ഒരാൾ വേണം, അല്ലേ? നമുക്കറിയാം, നമ്മൾ വിവാഹത്തിന്റെ സമയത്ത് പാടുന്നില്ലേ? നമ്മള് വിവാഹത്തിന്റെ സമയത്തും നമ്മൾ പാടുന്നതായ ഒരു പാട്ടുണ്ട്. വിരലിന്മേൽ തങ്ങൾ മോതിരമായൻ പേർ കേകി. ഇതിന്റെ അർത്ഥം എന്താ? വിരലിന്മേൽ തങ്ങൾ മോതിരമായൻ പേർ കേകി. അച്ഛാ, അന്നേരം ഞങ്ങള് അടുത്തുള്ള ആളുകളുടെ സാരികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഡ്രസ്സുകൾ അതെല്ലാം ഞങ്ങൾ നോക്കുന്നതിനിടയ്ക്ക് ഇതെല്ലാം മറന്നുപോയല്ലേ, അല്ലേ? ഇതിന്റെ അർത്ഥം എന്താ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു തന്നെ തന്റെ മണവാട്ടിയാകുന്ന സഭയ്ക്ക് തന്റെ ജീവിതത്തെ മോതിരമായിട്ട് മണവാട്ടിയുടെ കയ്യിലേക്ക് ആരിട്ടുകൊടുത്തു? കർത്താവ് ഇട്ടുകൊടുത്തു. അതുപോലെയാണ് നമ്മുടെ
ജീവിതത്തിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ദൈവം നോക്കി, മോളിൽ നിന്ന് നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇങ്ങനെ ഈ മനുഷ്യനെ ഒറ്റയ്ക്ക് വിട്ടാൽ എന്താണ് പ്രശ്നമാണല്ലേ. അതുകൊണ്ട് അവന് തക്കതായ ഒരു തുണയെ ആർക്കുണ്ടാക്കി? അതുണ്ടാക്കിയതല്ല രസം. എങ്ങനെയാണ്? ആ ഉണ്ടാക്കിയത് സ്വന്തം. നമുക്കറിയാം, നമ്മളെ ഈ എൻഗേജ്മെന്റിൻ്റെതായ സർവീസ് നമുക്കുണ്ട്. നമുക്കറിയാം നമ്മുടെ വിവാഹം എപ്പോഴാണ് ആരംഭിക്കുന്നത്? 2 മണിക്കില്ലേ? നമ്മൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വിവാഹം? എൻഗേജ്മെന്റിന് മുമ്പ് നമ്മൾ അന്വേഷിക്കുകയാണ് അല്ലേ. നമ്മളറിയാം, നമ്മളിപ്പോ ഇപ്പഴത്തെ പ്രത്യേകിച്ച് അമേരിക്ക എന്നൊക്കെ പോയി കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്ഥലത്ത്, ലഞ്ച് വേറെ സ്ഥലത്ത്, പിന്നെ നമുക്ക് വൈകിട്ടത്തെ സ്നാക്സ്. ഇപ്പത്തെ അവസ്ഥയിൽ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡിന്നറും അവിടെ നിന്ന് കിട്ടും. പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അന്വേഷിക്കുക അല്ലേ. ആരെ അന്വേഷിക്കുന്നേ? നമുക്ക് പറ്റിയത്, അതായത് എന്റെ റിബ് അല്ലെങ്കിൽ എന്റെ ഭാര്യയിൽ എവിടെയാണോ അവിടെയാണ് എനിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലാത്തതല്ലെങ്കിലോ നമുക്കറിയാം, ചില ആൾക്കാർ 5ഉം 6ഉം പേര് കണ്ടിട്ടുണ്ടല്ലേ. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടും, ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ അവസാനം നമ്മൾ എന്ത് ചെയ്യും? ഒരെണ്ണത്തിന് കേട്ടതേ അല്ല, നമ്മുടെ റിബ് അവിടെ ആയി പോയി. അപ്പൊ നമുക്ക് വേണ്ടാതെ ഇരുന്നിട്ടോ യാതൊരു കാര്യമില്ല. എന്ത് ചെയ്യണം? നമുക്കത് പോകുകയുള്ളൂ അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടുക. എങ്ങോട്ടാ ഓടുന്നേ? നമ്മൾ ആദ്യമേ തന്നെ, അതാണ് നമ്മുടെ വിവാഹ കൂദാശയുടെ ഒന്നാമത്തെ സർവീസാണ്. നമ്മൾ വാക്ക് കൊടുക്കുക. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നമുക്കൊരു വാക്ക് തരുന്നുണ്ട് അല്ലേ. എന്ത് വാക്കാ തരുന്നേ? എന്റെ 2ാമത്തെ വരവോളം നിങ്ങൾ ഇതിനെ അനുഷ്ഠിച്ചു കൊള്ളണം. ഏതിന്? ആർക്കറിയാം? ആ സമയത്ത് പള്ളിയിൽ വന്നു അല്ലേ. ഏത് സമയത്ത്? ഏതിനെ, എങ്ങനെ, എന്തിന്? അതെപ്പോഴാ പറയുന്നത്? എന്റെ 2ാമത്തെ വരവ് വരെ നിങ്ങൾ ഇതിനെ വന്നിട്ട് തന്നെ അച്ഛനെ പറഞ്ഞ. എന്നിട്ട് ലാസ്റ്റ് എന്താ കാണിക്കുന്നത്? ഒരു സാധനം ഇപ്പഴത്തെ പൊക്കി കാണിക്കുമല്ലോ, സമാധാനം പോകാനാ. ദാമോദോസേ, ഞാൻ വേഗം വരും അല്ലേ. ഞാൻ വേഗം വരും. എന്തിനു വേണ്ടിയാ? മണവാട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അപ്പൊ അതാണ് നമ്മുടെ സഭയുടെ പഠിപ്പിക്കൽ. അപ്പോൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് ആ കർത്താവ് എങ്ങനെയാണോ മണവാട്ടിയാകുന്ന സഭയെ സ്വീകരിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളതായ ബന്ധം അത്രമാത്രം എന്തായിരിക്കണം? ദൃഢമായിരിക്കണം. ആ വാക്കാ വേണ്ട എനിക്ക്. അപ്പൊ അത്രമാത്രം നമുക്കറിയാലോ. നമ്മൾ അതിനുശേഷം ഈ ആദം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആദം ഈ മനുഷ്യനെ, സ്ത്രീയെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എന്റെ അസ്ഥികളുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവും എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുക ചെയ്യുന്നത് അല്ലേ. നമുക്ക് നമ്മുടെ കല്യാണത്തിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. നമ്മളും ഇതുപോലെയൊക്കെ തന്നെയാ അല്ലേ. നമ്മളെന്ത് പറയും? നമ്മള് കല്യാണത്തിന്റെ ആ ഒരു സമയത്ത് നമ്മൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ നമ്മള് ഇങ്ങനെ പിള്ളേരോട് പറയും, നമ്മള് ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം, അതിലെന്താ പറയുന്നത്? അതെന്താ പറയുന്നത്? 5:21 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങള്. ബൈബിള് നമുക്ക് കൂടുതലായിട്ട് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ആരും മിണ്ടുന്നില്ല. അപ്പോ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം പറയുന്നുണ്ട്. എന്താണ്? സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും, അങ്ങനെ 9 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ. ആ 9 കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ലോകത്തിലേക്ക് ഇറങ്ങുക. ആ ബൈബിൾ ഒന്ന് വായിക്കാമോ? അതിന്റെ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. നമ്മൾ ഒരു ബേസ് ആണ്, ഒരു ഫാമിലി ലൈഫിന്റെ ബേസ്. കാരണം മാതാവിന്റെ പെരുന്നാളിന് നമ്മൾ കൊണ്ടാടുമ്പോ ആ ഫാമിലിയെ പറ്റി പറഞ്ഞില്ല എങ്കിൽ നമുക്ക് അത് പൂർത്തീകരിക്കപ്പെടുകയില്ല. കാരണം ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്, റോൾ മോഡൽ എന്ന് പറയുന്നത് മാതാവ്, യേശു പിതാവ്, യേശു തമ്പുരാനാണ്. അപ്പൊ ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഓരോ കുടുംബവും പുനർജനിക്കപ്പെടുന്നത്. അപ്പൊ നമ്മള്
ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം ഒന്ന് വായിച്ചേ. അല്ല, 5:21. ആ, അങ്ങ് മതി. 22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. അപ്പൊ ഈ 9 എണ്ണം അത് എവിടെ നിന്ന് ലഭിക്കുന്നതാ? ആത്മാവിന്റെ ഫലമാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഈ ഫലങ്ങളെ പ്രാപിച്ചുകൊണ്ട് വേണം നിങ്ങൾ സമൂഹത്തിലേക്ക് കുടുംബമായിട്ട് ഇറങ്ങുവാൻ. ഇപ്പോൾ ഇവിടെ ഈ പറയുന്നത് ആദം തന്റെ ഭാര്യയെ കണ്ടപ്പോ അവളിലുണ്ടായതായ സന്തോഷമുണ്ട്. ആ സന്തോഷം പറയാണ്, എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസവുമാകുന്ന ഇവളെന്ന് പറഞ്ഞിട്ട് അവളെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആദ്യം നമ്മുടെ ഹണിമൂൺ ടൈമില് എന്തായിരിക്കും? ഭാര്യ പറയും, ആര് കേൾക്കും? ഭർത്താവ് കേൾക്കും, അല്ലേ? 2ാമത്തെ വർഷം ഇത് അറിയാവുന്ന ആളുകളൊക്കെ അല്ലേ? ആര് കേൾക്കും? ഭർത്താവ് പറയും. 3ാമത്തെ വർഷം രണ്ടുപേരും അല്ല, ആര് കേൾക്കും? നാട്ടുകാർ കേൾക്കും. അതാവശ്യമല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന, കാരണം നമ്മളിപ്പം ഈ കല്യാണത്തിന്റെ ആ ഓരോ പാട്ടുകളും മറ്റും ഏറ്റവും വലിയ ലിറ്ററേച്ചി, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറെ ഉണ്ട് പറയാൻ. നമുക്ക് സമയം അല്ല, അതിൽ ഏറ്റവും വളരെ മനോഹരമായി ഭർത്താവ് അല്ലെങ്കിൽ മണവാട്ടിന് പറഞ്ഞൊരു ഭാഗമുണ്ട്. നദൂരെ പോകരുതേ, ഈയുള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൻ ക്ഷണിച്ചയ്യോ ഞാൻ ചാവും. ഇപ്പൊ നമ്മൾ എത്ര പേര് പറയും ഇങ്ങനെ? ഇപ്പൊ നമ്മൾ എന്താ പറയാൻ പോണെ? നദൂരെ പോകണമേ, ഈയുള്ളോളെ വിട്ടേക്കുക. അത് തന്നെ, ഈയുള്ളോളെ വെറുതെ വിട്ടേക്കുക. കാരണം എനിക്ക് ഞങ്ങളുടേതായ ബിസിനസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ആ വിശ്വസ്തത എന്നുള്ളത് ഇപ്പോൾ എത്ര മാത്രമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിനെ കൊണ്ടാടുമ്പോ ഇവിടെ ആ പാപരഹിതമായ ജീവിതത്തിൽ നിന്ന് ഉടലെടുക്കപ്പെട്ടതായ ഹവ്വ, ആ ഹവ്വയിലേക്ക് പിന്നെ ആരാ പ്രവേശിക്കുന്നത്? അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് പറഞ്ഞ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. അപ്പോൾ അവിടെ നമുക്ക് വേണ്ട ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിച്ചുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ വീടുകളിലേക്ക് പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുക. കാരണം ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ നമുക്ക് തിരക്കല്ലേ? നമ്മൾ എങ്ങോട്ടാ ഓർമ്മ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എങ്ങോട്ടാ ഓർമ്മ? നമുക്കിപ്പോ നമ്മളെ എവിടെയൊക്കെ നമ്മൾ നോക്കിയാലും നമ്മൾ ഓടുക, നമുക്ക് ബിസിയാണ്, നമുക്കിപ്പോ ചിന്തിക്കാനുള്ളതായ സമയമില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു ദിവസം എടുത്ത് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? പക്ഷെ സമയം 24 hours ആണ് ഒരു ദിവസം. ആ 24 hours നമുക്ക് അറിയാനേ നമുക്ക് സാധിക്കുന്നില്ല, അല്ലേ? പക്ഷെ ഓരോ ദിവസവും കൂടുന്തോറും നമുക്ക് എന്താ സംഭവിക്കുന്നത്? അതാണ് നമ്മുടെ ചിന്ത. നമ്മുടെ ചിന്ത എന്താണ്? ഓരോ ദിവസവും കഴിയുമ്പോൾ എന്റെ പ്രായം കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ദൈവത്തിന്റെ സമീപത്തേക്ക് എത്തപ്പെടുവാനുള്ളതായ ആ സമയത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കാനുള്ള ബോധ്യം നമുക്കില്ല. അങ്ങനെ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ഈ പള്ളിയിൽ നിന്നായിരിക്കും സ്ഥിതി. എന്തായിരിക്കും സ്ഥിതി? ആൾക്കൂട്ടത്തിൽ തനിയെ എന്നതായ സിനിമ പോലെ ആയിരിക്കും, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടിയാ ദൈവത്തിന്റെ ആലയത്തേക്ക് കടന്നു വരുന്നത്? നമുക്കറിയാലോ, ഇപ്പൊ ഇവിടെ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ മോഹൻലാലിന്റെയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ ഒക്കെ ഒരു സ്റ്റേജ് ഷോ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും? പള്ളി മാത്രമല്ല, പിന്നെ എവിടെയോ നമ്മള് എപ്പ എത്തും? അപ്പൊ നമുക്കറിയാം 5 മണിക്ക് ആ പ്രോഗ്രാം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പ എത്തും? എപ്പ ഒരുക്കാൻ തുടങ്ങും? നമ്മള് കാലത്തെ തുടങ്ങൂലേ? 8 മണിക്ക് നമ്മുടെ വൈഫൊക്കെ ആണെങ്കിലോ നമ്മള് നേരത്തെ തന്നെ സാധനങ്ങൾക്കെല്ലാം ഭക്ഷണം ഉണ്ടാക്കും, ബാക്കി എല്ലാം ചെയ്ത് നമ്മള് എപ്പ എത്തും? 5 മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുന്നതെങ്കിൽ
നമ്മള് മിനിമം ഒരു 4:30-ക്കെങ്കിലും എത്തിയില്ലെങ്കിൽ ആ ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും? കഷ്ടം, കഷ്ടമേ അല്ലേ? അപ്പൊ അതുപോലെ എന്താണെന്ന് ഓർത്ത് വയ്ക്കേ, നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുവാൻ നമുക്ക് എത്രമാത്രം എന്റെ ദൈവത്തെ ഞാൻ കാണുവാനാണ് ഞാൻ വരുന്നതെന്ന ബോധ്യത്തോടു കൂടെ നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട്. ചിന്തിച്ചിട്ടുണ്ടോ? എന്നോർത്ത് നോക്കിക്കേ, നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഏറ്റവും എക്സ്ക്യൂസ് കാണുന്നത് എവിടെയാ? ഈ പ്രാർത്ഥനയിൽ മാത്രമേ ഉള്ളൂ അല്ലേ? നമ്മൾ കല്യാണം ആവട്ടെ, മാമോദിസമാവട്ടെ, എന്തും ആവട്ടെ, അതിനെല്ലാം നമ്മൾ പ്രാധാന്യം കൊടുക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് ആ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ ഏർപ്പാടാക്കിയിട്ടുള്ളതായ ആ ആരാധനയെ സ്വീകരിക്കുവാൻ നമുക്ക് എത്രമാത്രം താല്പര്യത്തോടു കൂടെ കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിക്കേ. കാരണം നമ്മൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടാണോ? നമ്മൾ അമ്മോട് പറഞ്ഞിട്ടുണ്ടോ? അമ്മേ അല്ലെങ്കിൽ അപ്പ അതെ എന്നതേ ഈ ലോകത്തിലേക്ക് ആക്കണമെന്ന് ആണോ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താണ്? ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പദ്ധതിയാ അല്ലേ? ആ ദൈവത്തിന്റെ പദ്ധതി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താ? പോയേ പറ്റൂലേ, ഞാൻ തനിയെ പോകുന്നു അല്ലേ? അപ്പൊ നമ്മൾ പോയേ പറ്റുള്ളൂ. പക്ഷെ ആ ഇവിടെ നിൽക്കുന്നതായ സമയത്ത് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, ദൈവം മനുഷ്യന് എന്തിനു വേണ്ടി ലോകത്തെ കൊടുത്തേ? ദൈവത്തെ ആരാധിക്കാനും അതുപോലെ ഈ ലോകത്തെ സംരക്ഷിക്കുവാനാണ് ചെയ്തത് അല്ലേ? ഇന്ന് മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ദൈവം ആദമിനെയും ഹവ്വായെയും ഉണ്ടാക്കിയതിനു ശേഷം പറയുകയാണ്, ആദമേ നീ ഈ ലോകത്തെ സംരക്ഷിച്ചുകൊള്ളുക, കാത്തുകൊള്ളുക. എന്നാൽ നമ്മളെന്ന് എന്താ ചെയ്യുന്നത്? നമ്മുടെ ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ ആദത്തിന് ഉണ്ടാകുന്ന മഹാസന്തോഷം എന്താണ്? എന്റെ മാംസത്തിൽ നിന്നുണ്ടായ മാംസവും എന്റെ അസ്ഥിയിൽ നിന്നുണ്ടായ അസ്ഥിയും എന്ന് കണ്ട് തുള്ളിച്ചാടുന്നതായ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. ഇന്നത്തെ ആധുനിക ജീവിതത്തില് നമ്മൾ ഏറ്റവും ആവശ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയില് ദൈവത്തിന്റെ ആ ആത്മാവിന്റെ ഫലങ്ങളെ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഒന്നാം ഹവ്വ പാപരഹിതമായ ജീവിതത്തിൽ നിന്നാണ് ഉടലെടുത്തതെങ്കിൽ മറിയത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവൾ ബോൺ ഇൻ ടു എ ഫോളൻ വേൾഡ്, അതായത് പാപഭാരമുള്ള ലോകത്താണ് അമ്മ ജനിച്ചത്. അവിടെയാണ് ഏറ്റവും വലിയതായ ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. കാരണം പാപമുള്ളതായ ലോകത്തില് പാപമില്ലാത്തവളായി ജീവിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്കറിയാൻ സാധിക്കില്ലേ? നമുക്ക് ലൂക്കോസിന് സുവിശേഷം അതിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന. അപ്പോൾ അമ്മ പാപം ഉള്ളതായ ലോകത്ത് പാപമില്ലാത്തവളായി ജീവിച്ചു. അപ്പൊ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് ആര് മാറ്റപ്പെട്ടു? മാതാവ് മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പാടിയ പാട്ട്, സർവേശ്വര വചനം നരനായി തീരാൻ റൂപുദിശായാൽ തെരഞ്ഞെടുക്കപ്പെട്ടതായ ആ അമ്മ. അപ്പോൾ അമ്മയുടെ ഏറ്റവും വലിയതായ പ്രത്യേകത എന്ന് പറയുന്നത് വിശുദ്ധിയുടെ നിറവിൽ, അതാണ് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം അല്ലേ? നോർത്ത് നോക്കിക്കേ, ദൈവത്തിന്റെ മാലാഖ വന്ന് വിളിക്കുക, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അപ്പോൾ ആ അമ്മ നമുക്ക് കാണിച്ചു തന്ന ഒന്നാമത്തെ മാർഗം, നീ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടണം. അപ്പൊ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് എങ്ങനെയാ മാറ്റപ്പെടുന്നത്? നമ്മൾ വിശുദ്ധരാണോ? അല്ല. ഇതാണ് ക്രിസ്ത്യാനി അല്ലേ? നമ്മൾ വിശുദ്ധരല്ല അല്ലേ? അപ്പോ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടും? വിശുദ്ധീകരിക്കണ്ടേ? എങ്ങനെയാ വിശുദ്ധീകരിക്കപ്പെടണേ? അതാണ് കുർബാനയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, കുർബാനയുടെ നമ്മള് പ്രഭാത പ്രാർത്ഥന അതെന്തിനു വേണ്ടി സഭ ക്രമീകരിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് ഒരു ഒരുക്കം ആവശ്യമല്ലേ? ആരെ? നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ആര് വരണം? ക്രിസ്തു വരണം. ആ ക്രിസ്തു വരണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
വിശുദ്ധി പ്രാപിച്ചേ പറ്റൂ. അപ്പൊ വിശുദ്ധി പ്രാപിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അതിന് നമ്മള് താല്പര്യം ഉണ്ടാകണമെന്നെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ ഒരുങ്ങണം. അതാണ് നമ്മുടെ തിയോപ സർവീസിന്റെ പ്രാധാന്യം. നമുക്കറിയാം, നമ്മള് ഈ പ്രഭാത പ്രാർത്ഥനയുടെ ആദ്യത്തെ പാട്ട് ഏതാ? പ്രഭാത പ്രാർത്ഥനയ്ക്ക് വന്നാലും അത് മനസ്സിലാവുള്ളൂ അല്ലേ? ആ വ്രതമോടോ നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടൊത്ത് നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയെ ഗേണമേ. അപ്പൊ നമ്മള് വിളിച്ചു വരുത്തുക ചെയ്യുന്നത്. ആരെ വിളിച്ചു വരുത്തുന്നത്? നമ്മൾ ആദ്യമേ ഓർത്തു നോക്കിയ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് നമ്മൾ ആദ്യമേ ആരെ വിളിച്ചു വരുത്തുന്നത്? ദൈവത്തിന്റെ അമ്മയാ. എന്തിനു വേണ്ടി വിളിച്ചു വരുത്തുന്നത്? ആ പാട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി. നമ്മൾ ഓരോ പാട്ട് പാടുമ്പോൾ നമ്മളങ്ങ് പാടിപ്പോകുക. പക്ഷെ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി, അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ പറയുകയാണ്, വ്രതമോട് നിന്നെ പ്രസവിച്ച നിർമ്മല കന്യകയോടൊത്ത് നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയെ ഗേണമേ. ഓർത്ത് നോക്കിയേ, നമ്മള് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ അർഹരല്ല. കാരണം ദൈവത്തിന്റെ കൽപ്പനകളെ നമ്മൾ പാലിക്കുന്നില്ല. എന്താ ദൈവത്തിന്റെ കൽപ്പനകൾ എന്തൊക്കെയാ? ഈ അച്ഛൻ നിയോജോയിസിന്ന് വന്നിട്ട് ചുമ്മാ ഞങ്ങളെ ഈ കൽപ്പനകളും ചോദിച്ചു ഒക്കെ വിടുവാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ കൽപ്പന എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ആരാധിക്കണം. ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? പൂർണ്ണ ശക്തി, പൂർണ്ണ ആത്മാവോ, പൂർണ്ണ ശക്തിയോടുകൂടെ. നമ്മൾ ഓർത്ത് നോക്കിക്കുക, നമ്മുടെ ആരാധന ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. നമ്മൾ നമ്മുടെ ദൈവത്തെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ആ ദൈവതിരുമുമ്പാകെ മുട്ടുകളെ മടക്കി സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുകയാണ്, നിന്നെ ഈ ലോകത്തിലേക്ക് ആക്കിയ ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഈ ലോകത്തിലേക്ക് ആക്കിയിരിക്കുന്നത് എന്നെ സ്തോത്രം ചെയ്യാൻ വേണ്ടിയാണ്. എന്നാ നമുക്കിന്ന് ദൈവത്തെ വിളിക്കാനുള്ളതായ സമയമില്ലല്ലേ? നമുക്ക് ദൈവം എല്ലാം ചോദിക്കാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഒന്നാമത്തെ കൽപ്പന തന്നെ, നമുക്ക് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്താണ്? ദൈവത്തെ കാണുവാൻ സാധിക്കും. ആ ദൈവത്തെ കാണുവാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാകണം. നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെയാണ് അതിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്നത്. ദൈവത്തെ കാണുവാൻ നിനക്ക് സാധിക്കും. അപ്പൊ നമ്മൾ വിശുദ്ധി ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആരും വിശുദ്ധരല്ല. എന്നാൽ പരിശുദ്ധ അമ്മയും അതുപോലെയുള്ളതായ പിതാക്കന്മാർ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോ ഈ ദേവാലയത്തിൽ ആരൊക്കെ ഉണ്ടാകും? അച്ഛനും ശുശ്രൂഷക്കാരും ജനങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ? മരിച്ചുപോയി മാത്രമേ ഉണ്ടാവുള്ളൂ? നമ്മളിപ്പോ ആദ്യമേ വിളിച്ചു വരുത്തി. ആരെ വിളിച്ചു വരുത്തിയേ? അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ വേണ്ടി ഒരുങ്ങി വരുന്ന ജനം ഒരിക്കലും നമ്മളൊരു കുർബാനയുണ്ട് എന്നുണ്ട് എങ്കിൽ നമ്മൾ കുർബാനയ്ക്ക് മുമ്പേ തന്നെ ആ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ വരും. കാരണം എന്താ? ഹൂസോയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അവിടെ. നമ്മൾ ഈ പറയുന്നതായ എല്ലാവരെയും വിളിച്ചു വരുത്തിയതിനു ശേഷം അടുത്തതായ ആ പദ്യത്തിലേക്ക് പോകുന്നത് എന്താണെന്നറിയോ? പിന്നെയുള്ള പാട്ട് ഏതാ? ആ ഒരു പാട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ പാടുന്നേ? ഏറ്റവും വലിയ ഹൂസോയ, കൃപ ചെയ്യണമേ നാദാ കൃപ ചെയ്യണമേ. എന്റെ ഓരോ അർത്ഥം നോക്കിക്കേ. നാദാദേവാ തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ചിടുവാ, ഞങ്ങളുടെ വിഴകൾ പൊറുക്കണമേ, പാപവിമോചനമേകണമേ, ശ്രീമാമൂലം രക്ഷിച്ച ജീവകുമാരാദയനാളിൽ അടിയാരെ നേർത്തുക വലഭാഗേ. ഏറ്റവും വലിയ
തിയോളജി, അതിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം ഹൂസോയ സമയത്ത് ഓടി വന്നിട്ട് എങ്ങനെ നമ്മള് അച്ഛന്റെ മുമ്പിൽ വന്ന് വണങ്ങുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണെന്ന് ഓർത്ത് നോക്കി. ധൂപം വെച്ചുകൊണ്ട് നമ്മള് ദൈവസന്നദ്ധിയില് നമ്മളെ തന്നെ സമർപ്പിച്ചു. നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് എങ്ങനെ കടന്നു തന്നെ ബഹുമതി പൂർവം ഞാൻ എന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ച് എന്റെ നേർച്ചകളെ ഞാൻ കഴിക്കും. ഇല്ല, എന്താ എന്റെ നേർച്ച? $1, $2, 5, 10, 100, 200. അച്ഛൻ പറഞ്ഞ അത്രയും ബോണ്ടെന്ന്. നമ്മളെ നേർച്ച എന്താ? ഇതാണോ ദൈവത്തിന് ഇഷ്ടപ്പെട്ട നേർച്ച? എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥ, എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക. ഇത് മാത്രമേ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ ഇത് മാത്രം നമ്മൾ ആർക്കും കൊടുക്കൂല, ദൈവത്തിന് കൊടുക്കൂല അല്ലേ? നമ്മൾ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മുടെ ഹൃദയത്തില് വിശുദ്ധിയുടെ അനുഭവം വേണം. അപ്പൊ വിശുദ്ധിയുടെ അനുഭവം നമുക്ക് ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആ ദൈവത്തെ കാണുവാനുള്ളതായ ആഗ്രഹം നമുക്കുണ്ടാകും. ആ ദൈവത്തെ കാണാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുമെങ്കിൽ നമ്മൾ ബാക്കി എല്ലാം സെക്കൻഡറി ആയിട്ട് എന്റെ ദൈവമാണ് എനിക്ക് ഉള്ളൂ എന്നതായ ബോധ്യം നമുക്ക് വരണം. ആ ബോധ്യം നമുക്ക് വരുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത്. അപ്പോൾ നമ്മള് ആ പ്രഭാത പ്രാർത്ഥന ഈ ഒരു സമയത്ത് നമ്മള് ആ പ്രാർത്ഥന അല്ലെങ്കിൽ പാട്ട് ചെല്ലുമ്പോ അത് അറിയാവുന്ന വ്യക്തികളുടെ കണ്ണിലൂടെ കണ്ണുനീര് വരാതെ ഇരിക്കുകയില്ല. നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കന്മാര് ഇന്ന് ഓർത്ത് വയ്ക്കുകയും അവര് കാലത്തെ ഓടുവല്ലേ, എങ്ങോട്ടേക്ക് ഓടുന്നത്? പള്ളിയിലേക്ക്. ഇന്ന് നമുക്ക് കാറുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ പോലും ദൈവത്തെ കാണുവാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്കൊരു എക്സ്ക്യൂസ് അല്ലേ? നമുക്ക് ഒന്നുമില്ല എങ്കിൽ മാത്രമാണ് ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകുന്നത്? ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകുകയുള്ളൂ അല്ലേ? എന്ന് ഓർത്ത് നോക്കിക്കേ. ഇവിടെ നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ബലി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവം നൽകിയിരിക്കുന്നതായ കൽപ്പനയാണ്. അപ്പൊ ആ കൽപ്പന നമ്മള് നിരസിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഓർത്ത് നോക്കി. അപ്പൊ നമ്മളിവിടെ ആ പാട്ടിന്റെ അല്ലെങ്കിൽ ആ തിയോളജിക്കൽ ഒരു ഡെപ്ത്നെസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പള്ളിയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കും. കാരണം ഏറ്റവും വലിയ കൂസോയ അവിടെ എന്തൊക്കെയാ പറയുന്നത് നമ്മളൊന്നും ചിന്തിച്ചു നോക്കിക്കേ. നാദാദേവാ തിരുമുമ്പിൽ ഞങ്ങൾ ലങ്ങളുടെ വിളകൾ ഓർക്കണമേ, പാപവിമോചനമേ ഗണമേ, ശ്രീവായാൽ ജീവകുമാരാദയ ഓർത്ത് നോക്കി. ജീവകുമാര ദയനാളി, അതായത് ക്രൂശിൽ കിടന്ന് നീ അവിടുന്ന് വീണ്ടും രണ്ടാമത്തെ ആ മഹത്വ വ്യാപാരത്തിലേക്ക് കടന്നു വരുമ്പോ കള്ളൻ പറഞ്ഞതുപോലെ നിന്റെ മഹത്വത്തിന്റെ നാളിൽ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് ആ കള്ളനും പറഞ്ഞതായ സ്തുതി നമ്മൾ ഈ ഓരോ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും പറയുക. അതാ പറയുന്നത് എന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മള് ആ കർത്താവ് അവന്റെ രണ്ടാമത്തെ വരവിങ്കൽ അവൻ വരുമ്പോ എന്നെയും ചേർത്തുകൊള്ളണമേ എന്ന് ആ കള്ളനും പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ പാപങ്ങളെ എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവസന്നദ്ധിയില് ഒരു ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ നേർച്ച എന്ന് പറയുന്നത് എന്താണെന്നറിയോ? കണ്ണുനീരാ. ഉറപ്പാണ്. കാരണം കണ്ണുനീര് എവിടെ തന്നെ ഹൃദയത്തിൽ നിന്നാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് കഴുകപ്പെടുന്നതായ ആ കണ്ണുനീര് ഏതിലൂടെ ചാലിച്ചിറങ്ങി പോകുന്നു? കണ്ണിലൂടെ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ അവിടെ എന്തായിത്തീരുന്നു? ശുദ്ധീകരണം. അപ്പോൾ ശുദ്ധീകരിക്കപ്പെടുന്നത് അങ്ങനെയാ. അപ്പോൾ നമ്മുടെ കണ്ണുനീരാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തെ കഴുകി
ആ ഹൃദയത്തെ കഴുകിയതായ ആ കണ്ണുനീരിലൂടെ നമ്മൾ നമ്മുടെ പാപങ്ങളെ മോചിപ്പിക്കുന്നു. അതുകൊണ്ട് അത് തന്നെയാണ് ഭൂസോയ പ്രാർത്ഥനയിലും പറയപ്പെടുന്നത്. അത് തന്നെയാണ് ഈ പറയുന്നതായ ഈ പദ്യത്തിൽ പറയുകയാണ്, അല്ലയോ എന്റെ ദൈവമേ, നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ നീ വരുമ്പോ എന്നെയും കൂടിയും ചേർത്തുകൊള്ളണമേ എന്ന് ഉള്ളതായ ആ പ്രാർത്ഥന. അപ്പൊ നമ്മൾ അറിയാതെ അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മള് പിന്നിലേക്ക് പോവുകയില്ല. കാരണം എന്റെ ദൈവത്തിന്റെ സന്നദ്ധിയാണ് ഏറ്റവും പ്രാധാന്യമാണെന്ന ബോധം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതാണ് അമ്മയും അതുപോലെ ആദ്യ ഹവ്വായും രണ്ടാം ഹവ്വാവുന്ന അമ്മ. അതായത് പാപരഹിതമായ ജീവിതത്തിൽ ഒഴിവായി ആദ്യ ഹവ്വ എങ്കിൽ പാപമുള്ളതായ ലോകത്തിൽ നിന്ന് പാപമില്ലാത്തവളായി മാറ്റപ്പെട്ടു. അതായത് വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് അവൾ മാറ്റപ്പെട്ടു. ഒന്നാമത്തെ പോയിന്റ്, പരിശുദ്ധ അമ്മ വിശുദ്ധിയുള്ളവളായിരുന്നു. അതുകൊണ്ട് നാം ഈ പരിശുദ്ധ അമ്മയുടെ പെരുന്നാളിനെ ആഘോഷിക്കുമ്പോൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടണം. അതാണ് ഒന്ന് ആദ്യത്തെ ഹവ്വായും രണ്ടാമത്തെ ഹവ്വായും തമ്മിലുള്ളതായ ഒരു കമ്പാരിസൺ. അപ്പൊ അതില് നാം ശ്രദ്ധിക്കുക, നമുക്ക് വേണ്ടത് വിശുദ്ധിയാണ്. വിശുദ്ധി നമുക്ക് വേണ്ടി വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ സ്വീകരിക്കുവാൻ വേണ്ടിയാണ്. വിശുദ്ധി ഇല്ല എങ്കിൽ അവിടെ ആര് വരും? ആരാ വേണ്ടേ? നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. രണ്ടാമത്തേതായ അവരുടെ കമ്പാരിസൺ, ലിസൺ ടു ദി സർപ്പന്റ് ഡൗട്ടഡ് ഗോഡ്സ് വേർഡ്. അതായത് അവൾ സർപ്പത്തിന്റെ വാക്കിനെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ദൈവത്തിന്റെ വാക്കിനെ എന്ത് ചെയ്തു? തിരസ്കരിച്ചു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനത്തെ, സമയം കഴിഞ്ഞ, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ലിസൺ ചെയ്യുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ നമ്മൾ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിന്റെ വചനത്തെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എങ്ങനെ കേട്ടെങ്ങനെ? വേർഡ് ഓഫ് ഗോഡ് എന്താണ്? ബൈബിളാണ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കേട്ട് കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കുവാൻ എന്ത് വേണം? ദൈവത്തിന്റെ ആത്മാവ് വേണം, അല്ലേ? നമ്മള് ബൈബിള് വായിക്കൂലേ? വായിച്ചിട്ട് അതിൽ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? അച്ഛൻ വന്നിട്ട് ചുമ്മാ കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അച്ഛൻ ഞങ്ങളിപ്പോ ദൈവത്തിന്റെ വചനം പോയിട്ട് ഞങ്ങൾക്ക് നിൽക്കാനുള്ളതായ സമയം പോലും ഇല്ല. അപ്പൊ നമ്മൾ ദുഷ്ടന്റേതായ വാക്കുകളെ നമ്മൾ സ്വീകരിക്കുന്നില്ല. ഈ ലോകത്തിൽ നമ്മൾ ഓടുമ്പോ ദൈവത്തിന്റെ വാക്ക്, നമുക്ക് ദൈവം പറഞ്ഞതായ ഒരു കാര്യമാണ്. എന്താണ്? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുമോ? ഇല്ല. അതാണ് പ്രശ്നം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കില്ല. എന്തുകൊണ്ട് സ്നേഹിക്കാത്ത? ദൈവ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. ദൈവ സ്നേഹം, ലവ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സ്നേഹം നമുക്കില്ല. അതുകൊണ്ടാണ്. അപ്പൊ ദൈവസ്നേഹമുള്ളവരിൽ ആരുണ്ട്? മറ്റുള്ളവനെ സ്നേഹിക്കാനുള്ളതായ ഒരു മനസ്സുണ്ട്. അപ്പൊ മറ്റുള്ളവനെ സ്നേഹിക്കാനുള്ളതായ മനസ്സ് നമുക്കില്ല എങ്കിലോ ചിന്തിച്ചു കൊടുക്കുക, അവിടെ ആരുണ്ട്? സാത്താനുണ്ട്. നമ്മള് ഈ കുർബാനയുടെ, ഞാൻ ഈ പാട്ടുകൾ ലിറ്റർജിക്കൽ സോങ്സ് പാടാൻ കാരണം നമ്മുടെ ആ ഓരോ ലിറ്റർജി എടുത്താൽ മാത്രം മതി അതിന്റെ അർത്ഥം. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മള് ഈ പറയാറുണ്ടല്ലോ, നാദം ചുന്ദേവം യാതൊരുവൻ ബലിയർപ്പിപ്പാൻ വാന്നെത്തും നേരം തൽസോദര വൈര്യമതോർത്താൻ യാഗത്തിനു മുൻപേ അവനോടു നീ നിരപ്പാവേണം പിന്നീടർപ്പിക്കുക ശാന്തി സമാധാനബലികൾ. മത്തായി 5:21-24 എന്താ അവിടെ പറയുന്നത്?
നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ എന്നാ, അല്ലെങ്കിൽ എനിക്ക് എന്റെ സഹോദരനോടല്ല, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിന്റെ ബലിവസ്തു എവിടെ വെക്കുക? ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് ആദ്യം പോയി നിരപ്പാവുക, അതിനുശേഷം വന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബലി അർപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്റെ ആൻസർ എന്താ വേണ്ടത്? ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾക്ക് ബലി വേണ്ടല്ല, ഞങ്ങൾ സഹോദരോട് നിരപ്പാകാൻ പറ്റുമോ? നമുക്ക് നിരപ്പാകാനുള്ളതായ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിരപ്പില്ല എങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളില്ല. അപ്പൊ നമ്മൾ ഓർത്തുകൊള്ളുക, നമുക്ക് നിരപ്പാകാനുള്ളതായ ഒരു ഫീലിംഗ് നമുക്ക് വരുന്നില്ല എങ്കിൽ നമ്മളെ നമ്മുടെ ബലഹീനതയിലേക്ക് ആര് കയറുകയോ ചെയ്യുന്നത്? സാത്താൻ കയറുകയോ ചെയ്യുന്നത്. ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ പോലും പോകുവാൻ ആര് സമ്മതിക്കില്ല? സമ്മതിക്കില്ല. കാരണം ഒന്ന് ഓർത്ത് നോക്കിക്കോട്ടോ. അപ്പൊ നിങ്ങൾ നാളെ വിചാരിക്കും, ഞാൻ നാളെ ഇവിടുത്തെ സമയം എപ്പോഴാ? 8:45. അപ്പൊ ഞാൻ 8:45 മുമ്പ് തന്നെ ദേവാലയത്തിൽ വരും. കാരണം എന്റെ ദൈവത്തെ എനിക്ക് കാണുവാനുള്ളതായ സമയമാണ്. അതുകൊണ്ട് ഞാൻ 8:40 തന്നെ ഞാൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓർത്ത് നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യും? അലാറം വെക്കൂലേ? അലാറം വെച്ചാൽ എപ്പോ വെക്കും നമ്മള്? അപ്പൊ 8:45 ഇവിടെ എത്തണമെങ്കിൽ നമ്മൾ എപ്പോ വെക്കണം? 7 മണിക്ക് വെക്കണം അല്ലേ? കൊള്ളാം. 7 മണിക്ക് വെച്ചാൽ മതി. 6:30. ഓക്കെ, 6:30 നമ്മൾ അലാറം വെക്കും. 7 മണി 7 ആകുമ്പോഴത്തേക്ക് എത്തും അല്ലേ? അപ്പോ നമ്മൾ അലാറം 6:30 അടിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോണം? നമ്മൾ പോലും അറിയാണ്ട് എന്ത് ചെയ്യും? കൈ അതിലേക്ക് വീണോളൂ അല്ലേ? നമ്മളൊന്നും അറിയണ്ട, നമ്മൾ അറിയാണ്ട് തന്നെ എവിടേക്കാണോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാണ്ട് വായിലേക്ക് പോകുന്നത് പോലെ നമ്മൾ എവിടെയാണോ അലാം പിടിക്കുന്നത് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ കൈ എത്തിയിരിക്കും, ഉറപ്പാ അല്ലേ? അപ്പൊ നമ്മൾ വായിച്ചു നോക്കും, എന്താണ്? 7 മണി ആയുള്ളൂ അല്ലേ? ഇനി എന്ത് ചെയ്യും? ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യും? ചിലര് അലാറം വെക്കും കുറച്ചും കൂടി, ഒരു 15 മിനിറ്റ് അടുത്തേക്ക് അല്ലേ? എന്ത് ചെയ്യും? പിന്നെ എന്ത് ചെയ്യും? അലാറം അടിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഇത് തന്നെ. ലാസ്റ്റ് നമ്മളൊരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ എണീച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ അവസ്ഥ വെക്കണം? എണീക്കുമ്പോ എന്ത് സമയം പോയി. ഇനി എന്ത് ചെയ്യാം? ഇനിയിപ്പോ അടുത്ത ആഴ്ചയിലേക്ക് പോകാം. നമ്മൾ വൈകി വന്നു കഴിഞ്ഞാൽ അച്ഛൻ വല്ലതും പറയുമെന്ന് ഓർത്തുകൊണ്ട് എന്തായിരിക്കും? അടുത്ത ആഴ്ചത്തേക്ക് പോകാന്ന് വിചാരിക്കും അല്ലേ? നമ്മുടെ അവസ്ഥ ഇതാ. എന്നാ ജോലിക്ക് പോകുമ്പോ ഒന്ന് ഓർത്ത് നോക്കി, അലാറം അടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. എന്താ കറക്റ്റ് ടൈം ആകുമ്പോ ആരോ നമ്മളെ എണീപ്പിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പേച്ച് കിട്ടൂല അല്ലേ? ഓർത്ത് നോക്കി. അപ്പൊ നമുക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിളിയായിരിക്കും അല്ലേ? നമ്മൾ ഓർത്ത് നോക്കി. നമ്മളിപ്പോ ഒരു രോഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോണേ? ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകും അല്ലേ? എന്നിട്ട് അവിടെ ഡോക്ടർ പറയാണ് രക്ഷയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ അതിനേക്കാളും വലിയ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും. ലാസ്റ്റ് എല്ലായിടത്തും കഴിഞ്ഞിട്ട് പിന്നെയാണ് എങ്ങോട്ട് വന്നെ? പിന്നെയാണ് നമ്മൾ ബോധം കൊണ്ടാണ് എന്ത് ചെയ്യണേ? എന്റെ ദൈവത്തെയും കൊണ്ട് ഞാൻ പോകുകയായിരുന്നുവെങ്കിൽ നോക്കണമെന്തുരിതം നാദാ, പലതര ദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു, ശരണമെനിക്കില്ല ചൊന്നേ ഞാൻ വൈദ്യൻ പാക്കൽ, അവരൗഷധമെല്ലാം ചെയ്തില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും കേട്ടല്ലോ നിങ്ങൾ വരുന്നോ സുഖമേൽക്കും നൂനം. ഓർത്ത് നോക്കി, ഏറ്റവും വലിയ മെഡിസിൻ ഏതാണെന്ന് അറിയൂ? വിശുദ്ധ കുർബാന. നമ്മള് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? ഞാൻ വഴി കൂടെ പോയപ്പോൾ എന്റെ എന്റെ കാല് കല്ല് തട്ടി ഞാൻ വീണില്ല, ദൈവത്തെ കണ്ടു. അതാണോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ തൊട്ടിട്ടുണ്ടോ? അതുമില്ല അല്ലേ? അത് തന്നെ വിശുദ്ധ കുർബാനയിലൂടെ
ദൈവത്തെ നമുക്ക് നമ്മുടെ നഗ്നമായ നേത്രം കൊണ്ട് കാണാം. അതാണ് കുർബാനയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട്. അപ്പൊ നമ്മൾ ആ കുർബാനയുടെ പ്രാധാന്യം എന്താണെന്ന് അമ്മയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ ഏറ്റവും വലിയ ഒരു പരമപ്രധാനമായ ഒരു രഹസ്യമാണ്. അപ്പൊ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാ നമ്മൾ കാണുന്നത്? വിശുദ്ധ ശരീര രക്തങ്ങള് അവിടെ വെക്കുകയാണ്. അത് നമ്മൾ കാണുമ്പോ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടു. അതിനുശേഷമോ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോ എന്താ ചെയ്യുന്നത്? നമ്മളത് ക്രിസ്തുവിനെ നമ്മൾ തൊടുക ചെയ്യുന്നത്. ആ രക്തസ്രാവക്കാരി ക്രിസ്തുവിന്റെ ആ വസ്ത്രത്തിൽ തൊടാൻ പറ്റുള്ളൂ അവർക്ക്. എന്നാൽ നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന സമയമായതെന്ന് പറയുന്നത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പൊ ആ വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയത്തിന്റെ ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഭയത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മളിൽ ആരോ ഉള്ളേ? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അമ്മയെന്ന് പറയാൻ കാരണം? അവന്റെ ആരുണ്ടായിരുന്നു? ക്രിസ്തു ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിൽ ആരോ ഉള്ളേ? ക്രിസ്തു. അപ്പൊ നമ്മൾ ആരാ? നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നുവെന്നും ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും എഴുതിയിട്ടില്ലേ? അപ്പൊ നമ്മൾ ആരാ? ദൈവത്തിന്റെ ആലയം. അപ്പൊ ദൈവത്തിന്റെ ആലയത്തിൽ ആരാ വസിക്കുന്നേ? അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആരാ വസിക്കേണ്ടേ? ആണോ? അതെ, അങ്ങനെയാണ് എന്നുണ്ട് എങ്കിൽ നാം അമ്മയെ പോലെ മാറ്റപ്പെടും. അപ്പൊ ആ അമ്മ ദൈവത്തെ ക്യാരി ചെയ്തത് കൊണ്ടാണ് ദൈവത്തിന്റെ മാതാവെങ്കിൽ നാമും ആ ദൈവത്തെ ക്യാരി ചെയ്തുകൊണ്ടിട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നാമും ആരായി മാറ്റപ്പെടുന്നു? ദൈവത്തിന്റെ മാതാവ് അല്ലെങ്കിൽ പിതാവായി മാറ്റപ്പെടുന്നു. അങ്ങനെ മാറ്റപ്പെടുന്നതിന് വേണ്ടിയാണ് ഓരോ പെരുന്നാളുകളും ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ പെരുന്നാൾ നടത്തപ്പെടുമ്പോൾ ആ അമ്മ കാണിച്ചു തന്നതായ ആ 2 കാര്യം മാത്രമേ ഞാൻ പറയുന്നു, നിർത്തുകയാണ്. അമ്മ പറഞ്ഞതായ 2 കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, നിന്റെ ഹൃദയത്തില് വിശുദ്ധിയുടെ അനുഭവം ഉണ്ടായിരിക്കണം. 2, നീ കേൾക്കേണ്ടത് പാമ്പിന്റെ ശബ്ദമല്ല, നീ കേൾക്കേണ്ടത് അമ്മ കേട്ടതായ ശബ്ദം, മാലാഖയുടെ ശബ്ദമാണ്. എന്താണ്? കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. അപ്പോൾ ആ സമാധാന വാക്കുകളെ സ്വീകരിക്കുവാൻ നമുക്കും സാധിക്കണം. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണല്ലേ? അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? അതിനാണ് നമുക്ക് എന്തില്ലാത്ത, അതായത് സമയമില്ലാത്ത. അപ്പോ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അമ്മ കാണിച്ചതായ 3ാമത്തെ ആ ഒരു മാതൃകയും കൂടി പ്രാർത്ഥനാ ജീവിതം. അമ്മ എവിടെയാ ജീവിച്ചിരുന്നത്? ദേവാലയത്തിലാണ്. അപ്പോൾ നമ്മൾ എവിടെയാ ഇപ്പൊ താമസിക്കുന്നത്? ഒരു സൺഡേ നമുക്ക് പള്ളിയിൽ വരാൻ നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണല്ലേ? അപ്പൊ നമ്മള് ദൈവത്തിന്റെ വാഹകൻ എന്ന് വിളിക്കപ്പെടാൻ സാധിക്കുമോ? അല്ലെങ്കിൽ മെസഞ്ചർ ഓഫ് ഗോഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ നമ്മളെ? ഇല്ല. അപ്പൊ നമ്മൾ ആരായിരിക്കണം? മെസഞ്ചർ ഓഫ് ഗോഡ് ആയിരിക്കണം. കാരണം ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവരും അതുപോലെ ആ ദൈവത്തിന്റെ ആത്മാവിനെ മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിക്കുന്നവരുമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനിടയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നവരുമായിടയാക്കിയ ദൈവത്തെ മണ്ണിമയെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോളച്ചനോട് നന്ദിയും അതുപോലെ ഓഫീസ് പ്രേസിനോട് നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛനും ഞാനുമായിട്ട് വന്നതായ സമയത്തുള്ളതായ ബന്ധമാണ്. അതുകൊണ്ട് അച്ഛൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് സന്തോഷത്തോടു കൂടെ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഡയോസിസിന്റെ ഇപ്പോഴത്തേതായ പ്രവർത്തനങ്ങളിൽ എല്ലാം അച്ഛൻ്റെ ആ ഒരു കൈവയ്പ് നമുക്കറിയാൻ സാധിക്കും. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് അച്ഛനോട് ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് അച്ഛനെ പറ്റിയും പ്രാർത്ഥനയിൽ ഓർക്കണം. കാരണം നമ്മുടെ ഡയോസിസിന്റെ ഓരോരോ പുതിയ മാറ്റങ്ങളും ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളൊരു പുതിയ ഒരു ഡയോസിഷൻ ആസ്ഥാനം നമുക്ക് ഓൾഡ് ചാപ്പലിൽ വാങ്ങിക്കുവാൻ ദൈവത്തിന്റെ വളരെ അളവറ്റ കൃപയാൽ സാധിച്ചു. അതുപോലെ അതിന്റെ റിനോവേഷൻ്റെതായ വർക്കുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ഇനി അടുത്തതായ ഇവരുടെ കൈകളിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണെന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തേതായ പെരുന്നാളിന് സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ അബ്രഹാം അങ്കിളും ഫാമിലിയാണ്. പ്രത്യേകിച്ചും
ആ ഫാമിലിയോടതായ നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.